ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർത്രൈറ്റിസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദ നമ്മൾ ഈ പറയുന്ന ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ആണെങ്കിൽ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മരുന്നുകൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ലോങ് ടേം ജോയിൻറ്റും ഓർഗനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റാണ് എയിം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിനെ പറയുന്നത് ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമാറ്റിക് ഡ്രഗ്സ് ഓർ ഡിമാർട്സ്. ഇതിനകത്ത് ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, വളരെ ചിലവ് കുറഞ്ഞ ടാബ്ലറ്റ്സ് തൊട്ട് ബേസിക് ടാബ്ലറ്റ്സ് തൊട്ട് ലൈക്ക് ടാർഗറ്റഡ് തെറപ്പീസ് അല്ലെങ്കിൽ ബയോളോജിക്സ് എന്ന് പറഞ്ഞ ഇഞ്ചെക്റ്റബിൾ മെഡിക്കേഷൻസ് വരെ ഉണ്ട്. അപ്പം ആദ്യം ഒരു ബേസിക് നമ്മൾ എത്രയാണ് അസുഖം അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം മൈൽഡായിട്ടുള്ള അസുഖമാണെങ്കിൽ മൈൽഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്തെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, നമുക്ക് നല്ല പോലെ രീതിയിൽ അസുഖത്തിനെ കുറയ്ക്കാനും അതിനെ എന്താ പറയുന്നത് ഡിസീസ് ക്വൈസൻസ് എന്ന് പറഞ്ഞാൽ അസുഖത്തിനെ ഓൾമോസ്റ്റ് ഇല്ലാതാക്കാൻ പറ്റും. ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പല മെഡിസിൻസ് ഉണ്ട്. വെറും ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന ടാബ്ലറ്റ് മുതൽ ഡെയിലി തെറപ്പി, ഇഞ്ചെക്ഷൻസ്, അങ്ങനെ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക്. മാഡം, അപ്പോൾ ഇതിന് സ്റ്റിറോയിഡ്സ് കഴിക്കുന്നുണ്ട്, അത് സേഫ് ആണോ? ഓക്കെ, ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്. ഒന്ന് പേഷ്യൻസിൻ്റെ മനസ്സിൽ പേടിയുണ്ട്, ഒന്ന് പെയിൻ കില്ലേഴ്സ്. സെക്കൻഡ് പേടിയുള്ള ഡ്രഗാണ് സ്റ്റീറോയിഡ്സ്. അപ്പം സിമ്പിൾ കാര്യം ഞാൻ പറയാറുണ്ട്, പെയിൻ കില്ലേഴ്സ് നമ്മൾ ജനറലി ചില സ്ഥലത്ത് കൊടുക്കുമായിരിക്കും, പക്ഷെ മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യും ആസ് എ റുമറ്റോളജിസ്റ്റ്. സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യും ബിക്കോസ് ചില സമയത്ത് ചില സമയത്തല്ല, മോസ്റ്റ്ലി പേഷ്യൻ്റ് വരുന്ന ഹൈ ഇൻഫ്ലമേഷന് വരുമ്പം ഈ ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമാറ്റിക് ഡ്രഗ്സ് നോർമലി ഒരു 2-2.5 മാസം എടുക്കും ടു സ്റ്റാർട്ട് ആക്ടിങ്. അത്രയും നാൾ പേഷ്യൻ്റ് ഇസ് ഇൻ പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേഷൻ നിൽക്കുന്നത് തന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ് സ്റ്റീറോയിഡ്സ് ആണ്. അപ്പോൾ അത് ഷോർട്ട് തെറപ്പി ആയിട്ട് യൂസ് ചെയ്യും, മേ ബി 3 months ഓർ സോ. അതും ലോ ഡോസ് ആൻഡ് കാൽക്കുലേറ്റഡ്. കോമൺ മിത്ത് ആൾക്കാർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റീറോയിഡ് കിഡ്നി ലിവറിനെ ബാധിക്കും. അത് ആബ്സല്യൂട്ട്ലി റോങ് ആണ്. സ്റ്റീറോയിഡ് ഈസ് വൺ ഓഫ് ദ സേഫസ്റ്റ് ഡ്രഗ്സ് ഫോർ കിഡ്നി ആൻഡ് ലിവർ and even for pregnancy and for an unborn child when a lady is having arthritis. And the dose has to be calculated and it has to be given for a limited period of time. Appam somebody who has a kidney failure, who has a liver failure, steroid safe ആണ്. അപ്പോൾ നമ്മൾ അവരുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റും. മെനി ടൈംസ് പീപ്പിൾ കൺഫ്യൂസ് വിത്ത് ബോഡി ബിൽഡേഴ്സ് യൂസിങ് അനബോളിക് സ്റ്റീറോയിഡ്സ്. അതല്ല നമ്മൾ മെഡിക്കലി നമ്മൾ കൊടുക്കുന്ന ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. അത് എക്സാക്ട്ലി കിഡ്നി ലിവറിന് പ്രൊട്ടക്റ്റീവാണ് ആ ഒരു സ്റ്റേജിൽ. അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഷോർട്ട് പീരിയഡാണ്. കാര്യം നമ്മൾ ലോങ് ടേം തെറപ്പിക്ക് പോകാറില്ല. ബിക്കോസ് ബൈ ദാറ്റ് ടൈം നമ്മളുടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റി റുമാറ്റിക് ഡ്രഗ്സ് അത് എന്തുവാണ് ഈ ഓട്ടോമിൻ സൈക്കിളിൽ എവിടെയാണ് ഡിഫക്റ്റ്, ആ സൈക്കിളിനെ പോയി ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് അസുഖത്തിനെ കുറയ്ക്കും. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ജോയിൻറ്റ് പെയിനോ എന്തൊക്കെയുണ്ട് അതൊക്കെ മാറും. അപ്പോൾ അതാണ് അതിൻ്റെ മെക്കാനിസം. ബാക്കി സർജിക്കൽ ആസ്പെക്ട്സ് ഒരു പരിധിക്ക് അപ്പുറമായിട്ട് വരുമ്പോൾ ഈ ജോയിൻസിന് തേയ്മാനം ഉണ്ടാവും. ഇപ്പം തേയ്മാനം പ്രായം കൊണ്ടും വരാം, അല്ലെങ്കിൽ ഇതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സ് കാരണം ഈ ജോയിൻ്റ് അസ്ഥികളുടെ മുകളിലുള്ള ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയും, ഈ കാർട്ടിലേജ് അങ്ങ് നഷ്ടപ്പെടുക. അപ്പോൾ എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ തുടങ്ങുമ്പോഴാണ് പേഷ്യൻസിന് വന്ന് പെയിൻ ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു സ്റ്റേജിലോട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ആദ്യം മുട്ടിനകത്ത് ഇഞ്ചക്ഷൻ വേണമെങ്കിൽ വയ്ക്കാം. അത് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ആയിരിക്കും. നമ്മൾ കഴിക്കുന്ന മരുന്ന് അല്ലാതെ ആ സെയിം മരുന്നെടുത്ത് ഡയറക്റ്റ് ആ സൈറ്റ് ഓഫ് ഇൻഫ്ലമേഷനിൽ ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആക്ഷൻസ് കിട്ടും. അല്ലെങ്കിൽ തേയ്മാനത്തിന് ഓട്ടോ ഇമ്മ്യൂണിന് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, പക്ഷേ തേയ്മാനത്തിന് ഞങ്ങൾ PRP ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതായത് പേഷ്യൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്ത് അതിൻ്റെ ഒരു അംശമായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ മാത്രം മാറ്റി സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ലൂബ്രിക്കൻ്റ് ഫ്ലൂയിഡും കൂടെ ചേർന്ന് നമ്മൾ മുട്ടിനകത്ത് വയ്ക്കാറുണ്ട്. ഇതൊക്കെ ഒരു സ്റ്റേജ്, അതായത് മുറ്റിയ സ്റ്റേജ് അല്ല, നേരത്തെ ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് 4 ഘട്ടമുണ്ട്. അതായത് തേയ്മാനത്തിൻ്റെ 4 ഘട്ടമുണ്ട്. അതിൻ്റെ ആദ്യത്തെ 2 സ്റ്റേജിൽ ഈ വക ട്രീറ്റ്മെൻറ്റ് വളരെ യൂസ്ഫുള്ളാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് സർജിക്കൽ ഓപ്ഷനേ ഉള്ളൂ. അപ്പം സർജിക്കൽ ഓപ്ഷൻ എന്ന് പറയുമ്പം മുട്ട് മാറ്റി വയ്ക്കലിന്
ശസ്ത്രക്രിയ ഉണ്ട്. ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള ശസ്ത്രക്രിയകളിൽ കൂടെ നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് ഇത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ അതിന് മുൻപ് ഉള്ള സ്റ്റേജും ഉണ്ട്. ഹൈ ടിബിയൽ ഓസ്റ്റിയോട്ടമി എന്ന് പറയും. ഇപ്പം മുട്ടിന് ഒരു വശം മാത്രം തേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ഒരു വശത്തോട്ട് വരുന്ന വെയ്റ്റിനെ നമുക്ക് മറുവശത്തിട്ട്, മുട്ടിൻ്റെ 2 വശമുണ്ട്, അതിൻ്റെ മറുവശത്തിലോട്ട് നമുക്ക് ആ ലോഡ് അടുത്ത ഒരു 10 വർഷത്തേക്ക് മാറ്റി തന്നു കഴിഞ്ഞാൽ തേഞ്ഞു പോയ ഭാഗത്ത് വീണ്ടും ലോഡ് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള സർജിക്കൽ ഓപ്ഷൻസും. പിന്നെ ഇൻട്രാ ആർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ മുട്ടിനകത്ത് ഇടുന്നതായിട്ടുള്ള സ്റ്റീറോയിഡ്സും മെഡിസിൻസും നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. സർ, പിന്നെ വരുന്നതാണ് ഈ സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ സ്പോർട്സ് ഇഞ്ചുറി വരുമ്പോൾ ഒരാൾ ആദ്യം വന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നത് ആദ്യം സ്കാൻ എക്സ്റേ ആണോ ആദ്യത്തെ? ഓക്കെ, അപ്പം ആദ്യമായിട്ടൊരു സ്പോർട്സ് ഇഞ്ചുറിയിൽ കൂടെ നമുക്ക് ഫോർ എക്സാമ്പിൾ മുട്ടെടുത്ത് കഴിഞ്ഞാൽ മുട്ടിനകത്ത് വളരെ കോമൺ ആയിട്ടുണ്ടാകുന്ന ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ACL. 60% ഓഫ് നീ ഇഞ്ചുറീസ് ആർ ACL. ACL എന്ന് പറയുന്നത് ഒരു ലിഗമെൻ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിഗമെൻ്റാണ്, ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പുറകിലുള്ളതാണ് PCL എന്ന് പറയുന്ന ലിഗമെൻറ്റ്. അത് വന്ന് ഈ ഡാഷ്ബോർഡ് ഇഞ്ചുറീസ്, അതായത് ഒരു കാർ ആക്സിഡൻറ്റിൽ മുട്ടിൻ്റെ ഫ്രണ്ട് വശം പോയി ഡാഷ്ബോർഡിൽ തട്ടുമ്പം ബാക്കിലോട്ട് വരുമ്പം ബാക്കിലെ ലിഗമെൻറ്റ് പൊട്ടിപ്പോവും. പക്ഷെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് സ്പോർട്സ് ഇഞ്ചുറിയിൽ ACL ഇഞ്ചുറിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നത് മെനിസ്കൽ ഇഞ്ചുറിയാണ്. ഒരു മെനിസ്കസ് എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ 2 വശവും ഒരു ഷോക്ക് അബ്സോർബേഴ്സ്, മുട്ടിനകത്ത് തന്നെ 2 ഷോക്ക് അബ്സോർബേഴ്സ് ഉണ്ട്. ഈ ഷോക്ക് അബ്സോർബേഴ്സ് അതിൽ കീറലോ പോറലോ അല്ലെങ്കിൽ അത് അറ്റാച്ച് ആയിരിക്കുന്ന പോയിന്റിൽ നിന്ന് വിട്ടു പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മെനിസ്കൽ ഇഞ്ചുറീസ് ഉണ്ടാകാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കുലർ സർഫേസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലിൻ്റെ മുകളിൽ കവറിങ് ഉണ്ട്, ഒരു മജ്ജ, അത് ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയും. അതിനും ചിലപ്പം ഡാമേജ് ഉണ്ടാകാം, അതിനൊരു വലിയൊരു ക്ഷേതമുണ്ടായിട്ട് അത് ഡാമേജായി പോകാം. സോ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കാണണമെങ്കിൽ ഒരു ഫ്രാക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്റേയിൽ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഒരു ഫ്രാക്ചർ ഇല്ലാത്ത ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമുക്ക് എക്സ്റേ വെച്ച് മാത്രം കണ്ടുപിടിക്കാൻ, ഉള്ളിലുള്ള ഡാമേജസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് MRI സ്കാനിൻ്റെ ആവശ്യം അവിടെ വരുന്നത്. MRIയിൽ കൂടെ നമുക്ക് ഒരു ചെറിയ പോറലോ അല്ലെ വലിയ രീതിയിലുള്ള ഇഞ്ചുറി ആണെങ്കിലും നമുക്ക് ഏത് രീതിയിലുള്ള ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഈവൻ ബോണിന് ഒരു ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് MRIയിൽ കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് MRI ഒരു നല്ല ഡയഗ്നോസ്റ്റിക് ടൂളാണ് ഫോർ സ്പോർട്സ് ഇഞ്ചുറീസ്. പിന്നെ ഇതിൽ വരുന്ന നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയായിരിക്കും സാർ? ഇപ്പോൾ ACL വരികയാണെങ്കിൽ ഞാൻ ഓർത്തോപെഡിക്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാം. മുട്ട് തേയ്മാനം വരുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ട് തേയ്മാനമാണെങ്കിൽ നമുക്ക് നീ റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ ഓസ്റ്റിയോട്ടമി എന്ന് പറയുന്ന സംഗതി കൊടുക്കാൻ പറ്റും. സ്പോർട്സ് ഇഞ്ചുറീസിൽ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടെങ്കിൽ കീഹോൾ ശസ്ത്രക്രിയ മുഖാന്തരം നമുക്ക് ആ ലിഗമെൻറ്റിനെ റിപ്പയർ ചെയ്യുകയോ, റിപ്പയർ എന്ന് പറയുന്നത് ഉള്ള ലിഗമെൻറ്റ് അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യും. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് വേറെ ഭാഗത്തിൽ നിന്ന് നമ്മൾ ലിഗമെൻറ്റ്സ് എടുത്ത് സ്പെയർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ലിഗമെൻറ്റ്സ് എടുത്തിട്ട് കീഹോൾ ശസ്ത്രക്രിയ വഴിയായിട്ട് അതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. മെനിസ്കസ് ആണെങ്കിൽ ഈ മെനിസ്കസ് ഷോക്ക് അബ്സോർബറിന് നമുക്ക് സ്റ്റിച്ച് ഇട്ട് അതിനെ സേവ് ചെയ്യാൻ പറ്റും. അപ്പം മെനിസ്കസ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊക്കെ എന്തുകൊണ്ട് ചെറുപ്രായത്തിൽ നമ്മളത് ചെയ്യണം എന്ന് പറയുന്നത്, ബിക്കോസ് ഈ മുട്ടിന് ഫ്യൂച്ചറിൽ തേയ്മാനം വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാർ ഓടിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും നട്ടോ ബോൾട്ടോ ലൂസായി കിടക്കുമ്പോൾ ചിലപ്പം കാർ ഓടും, പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് ചിലപ്പം വീൽ ഊരിപ്പോകുമായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്കൊരു ലിഗമെൻറ്റോ മെനിസ്കസോ ഡാമേജ് ഉണ്ടായി നമുക്ക് കഴിഞ്ഞു കൂടാൻ പറ്റും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ ആ കൈനമാറ്റിക്സ്, അതായത് അതിൻ്റേതായിട്ടുള്ള മെക്കാനിസം ഓഫ് മൂവ്മെൻറ്റ്സിൽ ഒരുപാട് വ്യത്യാസം വരും. അന്നേരം പിന്നെ തേയ്മാനം വരാനുള്ള ചാൻസ് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മളത് ഡയഗ്നോസ് ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും.
മാഡത്തിന് സൈഡിൽ നിന്ന് ഈ സ്പോർട്സ് ഇഞ്ചുറി ആൾക്കാർ കൺസൾട്ട് ചെയ്യും? ജനറലി റുമറ്റോളജിയിൽ നമ്മൾ സ്പോർട്സ് ഇഞ്ചുറീസ് ഡീൽ ചെയ്യാറില്ല. ഇത് കൂടുതലൊരു മൾട്ടി സിസ്റ്റം ഡിസോർഡേഴ്സാണ്. പിന്നെ ഈ പറയുന്ന പോലെ സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം, ഈ പറയുന്ന ഫൈബ്രോമയാൽജിയാസ്, അതൊക്കെ റുമറ്റോളജിയിൽ ഡീൽ ചെയ്യാറുണ്ട്. ഫൈബ്രോമയാൽജി എന്ന് പറഞ്ഞ ഒരു പെയിൻ സിസ്റ്റം ഡിഫക്റ്റ് ആണ്. അപ്പോൾ അവിടെയും പേഷ്യൻസിന് പല തരത്തിൽ ജനറലൈസ്ഡ് പെയിൻ, ക്രോണിക് പെയിൻസ് വരും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റീജിയണൽ മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം, അതിനകത്ത് നമുക്ക് പല ടെൻഡർ പോയിന്റ്സ് കാണും, അവിടെ പെയിൻ കാണും പല ഏരിയാസിൽ, ഒരു ക്രോണിക് പെയിൻ സിൻഡ്രോംസ്, അതൊക്കെയാണ്. പക്ഷേ നോട്ട് സ്പോർട്സ്. പിന്നെ അല്ലാതെ കോമൺ ആയിട്ട് ഒരു ഡൗട്ട് വരുന്നതാണ്, എല്ലാ ബാക്ക് പെയിനും സ്പൈൻ ഇഷ്യൂസ് കാരണം ഉണ്ടാവുന്നതാണ്. ഓക്കെ, നമ്മുടെ നടുവെന്ന് പറയുമ്പോൾ അതിന് നട്ടൽ മാത്രമല്ല, അതിന് ചുറ്റിലും മസിൽസും ഉണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ആ നട്ടലിൻ്റെ അബ്ഡോമൻ, അതായത് വയറിനകത്തുള്ള പല അവയവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നരമ്പ് കൊണ്ട് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം നട്ടലിൽ വേദനയെന്ന് പറയുമ്പം സാധാരണ രീതിയിൽ വീണ്ടും നമ്മൾ പ്രായമുള്ളവർ അല്ലെ ചെറുപ്പക്കാരെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ കാണുന്നത് ഡിസ്കിൻ്റെ പ്രശ്നമാണ്. രണ്ട് എല്ലിൻ്റെ ഇടയിലുള്ള ഒരു ജോയിൻറ്റിനെ ഉണ്ടാക്കുന്നത് തന്നെ ഒരു ഡിസ്ക്കാണ്. ഈ ഡിസ്ക് ചിലപ്പോൾ പുറത്ത് ബൾജ് ചെയ്ത് അടുത്തുള്ള നരമ്പുകൾ, അതായത് സ്പൈനൽ കോഡെല്ലാം ഈ ഒരു നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. അപ്പോൾ ആ സ്പൈനൽ കോഡിൽ സ്പൈനൽ നെർവ്സിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന നട്ടലിന് മാത്രമല്ല കാലിലോട്ടും അത് സ്പ്രെഡ് ചെയ്ത് പോകും. അതാ ഷാറ്റിക്ക പെയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കയ്യിലോട്ട് വരുന്ന നരമ്പുകളിലിട്ട് വേദനയുണ്ടാക്കും. നട്ടലിൽ നിന്ന് ഈ ഡിസ്കിൻ്റെ പ്രോബ്ലം കാരണം നമ്മൾക്ക് വരുന്നത് കാലിലോട്ടുള്ള വേദനയും വരാം. നട്ടലിൻ്റെ എല്ലുകൾക്ക് ഏതെങ്കിലും ക്ഷേതമുണ്ടായി കഴിഞ്ഞാൽ അതിനും അവിടെ നിന്നും വേദനയുണ്ടാകും. പിന്നെ അത് മാത്രമല്ല, ഈ നട്ടലിൻ്റെ ഓരോ നട്ടലിലും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതായിട്ട് ജോയിൻറ്റ്സ് ഉണ്ട്, ഫേസഡ് ജോയിൻറ്റ്. ആ ഫേസഡ് ജോയിൻറ്റ്സിന് ആർത്രൈറ്റിസ്, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ലൈക്ക് ആങ്കലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിന് ഇത് ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും വേദനയുണ്ടാക്കാം. അതുകൂടാതെ ഈ ഓരോ ജോയിൻറ്റ്സിനെ, ഓരോ നട്ടലിൻ്റെ ഓരോ ബോൺസിനെയും കണക്ട് ചെയ്യാൻ ലിഗമെൻറ്റ്സ് ഉണ്ട്. ഈ ലിഗമെൻറ്റ്സിന് ഏതെങ്കിലും രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണവും സ്പൈനൽ പെയിൻ വരാം. പിന്നെ അതുകൂടാതെ ഇൻഫെക്ഷൻ, ക്രോണിക് ഇൻഫെക്ഷൻ, ട്യൂബർക്കുലോസിസ്. അപ്പം TBയുടെ ഒരു അസുഖമുണ്ടെങ്കിൽ ചിലപ്പം അത് ഡിസ്കിനെ ബാധിക്കും, ചിലപ്പം എല്ലിനെ ബാധിക്കും, ചിലപ്പം ഫേസഡ് ജോയിൻറ്റിനെ ബാധിക്കും, അല്ലെങ്കിൽ ഈ പോസ്റ്റീരിയർ ബാക്കിലുള്ള എല്ലിൻ്റെ ആ ലിഗമെൻറ്റ്സിനെ ബാധിക്കാം. അപ്പോൾ ഇൻഫെക്ഷൻ അവിടെയും വരാം. അപ്പം പല കാരണം കൊണ്ട് നമുക്ക് ഈ ഒരു ബാക്ക് പെയിൻ വരാം. നട്ടലിൽ നിന്ന് വരുന്നതായിട്ടുള്ള വേദനയെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയിപ്പം വേറെ ചില കാര്യങ്ങൾ നമുക്ക് ബാക്കിലോട്ട് പെയിന് റേഡിയേഷൻ തരും. അത് പാൻക്രിയാസ് എന്ന് പറയുന്നതായിട്ടുള്ള നമ്മുടെ അബ്ഡോമനിൽ ഇരിക്കുന്ന ഒരു അവയവമാണ്, ഓർഗനാണ്. അതിന് വല്ലതും ഡാമേജ് വരുന്നുണ്ടെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ് വന്ന് നട്ടലിലോട്ട് പെയിൻ റേഡിയേറ്റ് ചെയ്യും. കിഡ്നിയുടെ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ അതും നട്ടലിലോട്ട് പെയിൻ അറിയും. അല്ലെങ്കിൽ പിന്നെ ഒരു ക്യാൻസർ ഒരു സ്ഥലത്തുനിന്ന് എല്ലിലോട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നട്ടലിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നട്ടല് ദ്രവിച്ച് ആ ക്യാൻസർ കാരണം നട്ടലിൽ ബാധിച്ച് പിന്നെ വേദനയും ഉണ്ടാകും. അപ്പം പല കാരണങ്ങൾ. അപ്പം നട്ടലിന് വേദന എന്ന് പറയുമ്പം സിംഗിൾ അല്ല, അത് പല കാരണങ്ങൾ ഉണ്ട്. ബിക്കോസ് ഹ്യൂമൻ ബോഡി ഈസ് ടോട്ടലി കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ഒരു നടുവിലൊരു വേദന വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം ഇങ്ങനെ ഒരു പൊസിഷൻ ചേഞ്ചിലൂടെ അത് മാറുമെന്നൊക്കെ പറഞ്ഞിരിക്കും. അത് എത്ര നാൾ വരെ അത് ആ നടുവേദന കൊണ്ട് നടക്കണം? അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഒരു പീരീഡ് കാണുമല്ലോ സർ, അത് വേഴ്സ് ആയി കഴിഞ്ഞാൽ കാണിക്കണം എന്നുള്ള ഒരു ടൈം? ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് പല കാരണം കൊണ്ട് നട്ടലിൻ്റെ വേദന വരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡയഗ്നോസിസ്, പ്രോപ്പർ ഡയഗ്നോസിസ്. അസംഷൻസ് പാടില്ല. ഇത് ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ്, ഇതങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ പ്രായമുള്ളവർ പ്രത്യേകിച്ച് അവർ വന്ന് തള്ളി നീക്കിയിട്ട് ഒരു അവസാനം ഒട്ടും വയ്യാത്ത ഒരു സ്റ്റേജിൽ വരുമ്പോൾ പിന്നെ നമ്മൾ എക്സ്റേയോ സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര സർപ്രൈസസ് ആയിരിക്കും. ചിലപ്പോൾ ഒരു സ്പ്രെഡായിരിക്കും, ഒരു ക്യാൻസറിൻ്റെ സ്പ്രെഡായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം തേയ്മാനം ഒരു അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോയി കാണാം.
അപ്പോൾ ഏർലി ഡയഗ്നോസിസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് നീക്കാം ഇതൊരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ, അതായത് സ്ട്രക്ചർ കൊണ്ട് വരുന്നതായിട്ടുള്ള ഒരു കാരണം കൊണ്ടാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഫിസിയോതെറപ്പിയും പിന്നെ മെഡിസിൻസും കറക്റ്റ് പോസ്ചറും ഇതൊക്കെ ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണെങ്കിൽ റുമറ്റോളജിസ്റ്റ് അത് ഹാൻഡിൽ ചെയ്യും. അല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആൻറ്റിബയോട്ടിക്സും, അല്ലെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ഒരു സർജറിയിൽ കൂടെ നമുക്കത് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അല്ല ക്യാൻസറോ വല്ലതും ആണെങ്കിൽ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്ത് അതാ ട്രീറ്റ്മെൻറ്റ് തക്ക സമയത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനെയും ഒരുപോലെ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം കൂടെ പറയാനായിരുന്നു, ഇൻഫ്ലമേറ്ററി ബാക്ക് ഏക്ക് എന്ന് പറയുന്നത് നമുക്ക് പേഷ്യൻറ്റിന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇൻഫ്ലമേറ്ററി ബാക്ക് ഏക്ക് വരുമ്പോഴത്തേക്കിന് ഈ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് അല്ലെ ആങ്ക്ലോസിങ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങളിൽ ഈ ബാക്ക് ഏക്കിന് മോസ്റ്റ്ലി വേദന രാവിലെ എണീക്കുമ്പോഴാണ് കൂടുതൽ. എന്നിട്ട് കുനിയാൻ പറ്റത്തില്ല, ഒരു പിടുത്തം കാണും. അതൊരു 30 to 45 minutes കാണും. അല്ലെങ്കിൽ ഏർലി മോർണിംഗ് വെളുപ്പാങ്കാലം ഒരു 4 മണി 5 മണിയാകുമ്പം ഈ ഇടുപ്പിനൊരു വേദന, ലോ ബാക്ക് ഏക്ക് വരും, അതും സൈഡ് മാറി മാറി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ എന്തായാലും ഇതിനൊരു ഇൻഫ്ലമേറ്ററി ബാക്ക് ഏക്കിൻ്റെ ഒരു വർക്കപ്പ് വേണ്ടി വരും. അപ്പം ഈ ബാക്കിൽ സ്പൈൻ അല്ലാതെ അതിൻ്റെ താഴെ ഒരു ജോയിൻ്റ് ഉണ്ട്, അതിന് ഈ പെൽവിസിൻ്റെ അവിടെ സേക്രോഇലിയാക് ജോയിൻ്റ് എന്ന് പറയും. അവിടെ നിന്നാണ് നോർമലി സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് അല്ലെ ആങ്ക്ലോസിങ് സ്പോണ്ടിലൈറ്റിസിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസും ബാക്ക് പെയിൻ ആയിട്ട് വരും. പക്ഷേ MRI ചെയ്തിട്ടുണ്ട്, ലംബർ സ്പൈനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ താഴത്തെ ജോയിൻറ്റിൻ്റെ ഇൻഫ്ലമേഷൻ മിസ് ഔട്ടായി പോകും. അപ്പം ഇതൊരു പേഷ്യൻസ് അവെയർ ആയിരിക്കണം. ഇങ്ങനത്തെ ഒരു പിടുത്തമുണ്ട്, ഇങ്ങനത്തെ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് കൂടുതലും ഒരു ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിനാണ്. വേറൊരു കാര്യം പെയിൻ ജനറേറ്റർ മസിലാണ്. മെനി ടൈംസ് നമുക്ക് റുമറ്റോളജി കാണുന്ന മയോസൈറ്റിസ് എന്ന് പറയുന്ന അസുഖം, അവർക്കും ബാക്ക് പെയിൻ വരാം. അപ്പോൾ അത് സ്പൈൻ അല്ല, അതിൻ്റെ ഒറിജിനേറ്റർ സ്പൈൻ അല്ല, അത് മസിലാണ്. പക്ഷേ അവർക്കും ബാക്ക് ഏക്ക് ആയിരിക്കും വരാം. അപ്പം ഈ മയോസൈറ്റിസ് ഒരു തനിയൊരു അസുഖമായിട്ടും വരാം, ഓർ വേറെ ചില റുമറ്റോളജിക്കൽ ഡിസോർഡേഴ്സിൽ മയോസൈറ്റിസ് ഒരു കോമ്പൊനൻ്റ് ആയിട്ട് വരാം, SLE അല്ലെ വേറെ അസുഖം. അപ്പോൾ ഈ ബാക്ക് ഏക്കിനെ നമ്മൾ എല്ലാ രീതിക്കും നോക്കണം. ഇങ്ങനെ ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ട്, അങ്ങനത്തെ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ഒരു റുമറ്റോളജി പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും.